എന്തെങ്കിലും രണ്ട് വാക്ക് കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഷാജി ഇവിടെ പറഞ്ഞു തീർക്കും എന്നതൊരു സത്യമാണ്. എന്തെങ്കിലും രണ്ട് വാക്ക് കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഷാജി ഇവിടെ പറഞ്ഞു തീർക്കും എന്നതൊരു സത്യമാണ്. ഷാജിക്ക് നമ്മളെയൊക്കെ കാണുമ്പോൾ ഒരുപാട് കഥകൾ ഓർമ്മ വരികയാണ്. ഇവിടെ സൂചിപ്പിച്ചു കുട്ടനാസാനെ ആദ്യമായിട്ട് മുഹമ്മയിൽ കൊണ്ടുവന്നത് മാത്യു പോൾ എന്ന് സാധാരണ നല്ല ഭാഷയിൽ പറയും. ഇഷ്ടപ്പെടുന്നവർ ചെണ്ട മാത്രം എന്നാണ് പറയാറ്. അദ്ദേഹം മുരളിദാസാന്റെ ശിഷ്യനായിരുന്നു. മുരളിദാസാനെ ആദരിക്കുക എന്നൊരു ചടങ്ങിൽ ഒരു ചെണ്ടവാദ്യ കലാകാരന് ആദ്യത്തെ പത്മശ്രീ കിട്ടിയത് മട്ടന്നൂർ ശങ്കരൻകുട്ടിക്കാണ് എന്ന് കണക്കാക്കിയത്. അദ്ദേഹം എന്നെ സമീപിക്കുകയാണ്. എൻ്റെ ഗുരുനാഥന് ഒരാദരവ് അദ്ദേഹത്തിൻ്റെ നാടായ മുഹമ്മയിൽ വെച്ച് കൊടുക്കണം. വളരെ സന്തോഷപൂർവ്വം അന്ന് ഞാൻ അത് ഏറ്റെടുത്തു. ഇപ്പോഴും ഒരുപക്ഷെ ഈ ഭവനത്തിനുള്ളിൽ ആ ഫോട്ടോ കാണാം. പിന്നീട് നിരവധി തവണ ഉല്ലാസാനായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം ഉണ്ടായി. നമുക്ക് പഠിക്കാനുള്ളൊരു വിഷയം, ഇത്രയും ആത്മാർത്ഥതയോടെ വാദ്യ ഗുരുകുലം കൈകാര്യം ചെയ്യുന്ന എത്ര ഗുരുനാഥന്മാർ നമ്മുടെ ഇടയിൽ ജീവിച്ചിട്ടുണ്ട് എന്ന് എണ്ണമെടുത്താൽ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളൂ എന്നൊരു സത്യം ബാക്കിയുണ്ട്. ഇവിടെയുള്ള കലാകാരന്മാർ, നമ്മുടെ പൂർവികന്മാർ എങ്ങനെ നടന്നു, അവർ എത്രമാത്രം പ്രാരബ്ധം അനുഭവിച്ചു. ഇവിടെ എല്ലാ സഹോദരൊക്കെ പറഞ്ഞു, ഒരു ചെണ്ട കലാകാരൻ എന്ന നിലയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. എൻ്റെ കാഴ്ചയിൽ അതൊരു ചെണ്ടവാദ്യ കലാകാരന് മാത്രമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി, അത് കൃഷിയിലായാലും ഉണ്ടാവും, ചെണ്ടവാദ്യത്തിലുണ്ടായും, എല്ലാ വിഷയത്തിലുമുണ്ട്. ആത്മാർത്ഥവും സത്യസന്ധവുമായുള്ള പ്രവൃത്തി അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കാണാൻ, അത് ചെയ്യുന്ന ആളെ കാണാൻ നമുക്ക് മുകളിൽ നമ്മൾക്ക് അതീതമായിട്ടുള്ള ഒരു ശക്തി ഉണ്ടായിരിക്കും എന്നതിൻ്റെ ഉത്തമ തെളിവാണ് താനുൾപ്പെടെ. 10ാമത്തെ വയസ്സിൽ അരങ്ങേറ്റം കഴിഞ്ഞു. 12ാമത്തെ വയസ്സിൽ കണ്ണൂർ ജില്ലയിലാണ് മട്ടന്നൂർ, കേരളത്തിൻ്റെ ഒരു കാലത്ത് വടക്കേ അറ്റത്തെ ജില്ല, ഇപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കാസർഗോഡ് കൂടിയുണ്ട്. ഒരു കാലത്ത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ നിന്നും 12ാമത്തെ വയസ്സിൽ പാലക്കാട് ജില്ലയിൽ വന്ന് കഥകളി ചെണ്ടയും സ്കൂൾ വിദ്യാഭ്യാസവും പഠിച്ച ഒരാളാണ് ഞാൻ. ഇപ്പോഴും ജീവിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. എന്നെ സംബന്ധിച്ച് ഒരു കാലത്ത് ഞാനൊക്കെ കൊട്ടിത്തുടങ്ങുന്ന കാലത്ത് ഈ ചെണ്ട കൊണ്ടൊന്നും ഒരു ജീവിതവും നടക്കില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അതൊരു ചാലഞ്ചായിട്ട് എടുത്തൊരു കലാകാരനാണ് ഞാൻ. എന്തുകൊണ്ട് ചെണ്ട കൊണ്ട് ജീവിക്കാൻ പറ്റില്ല? അതിനെ ശ്രമിച്ച് ഈ ചെണ്ട, ഞാനിപ്പോൾ ജീവിക്കുന്നത് പാലക്കാട് വെള്ളിമേഴി എന്ന സ്ഥലത്താണ്, മഹാകവി ഒളപ്പമണ്ണയുടെ സ്ഥലത്താണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. അദ്ദേഹം പറയാറുണ്ട്, കേരളത്തിൻ്റെ ഉത്സവ ബിംബമാണ് ചെണ്ട എന്നാണ് പറയാറുള്ളത്. അങ്ങനെയുള്ള ചെണ്ടയെ അതുകൊണ്ട് നടന്നാൽ ജീവിതം ഒന്നും ആവില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നുമല്ല. ലോകത്തിന് ആർക്കും ചെണ്ട കൊണ്ട് എന്തും ആവാം എന്നതിൻ്റെ ഉത്തമ തെളിവ് കൂടിയാണ് ഞാൻ. ഈ ചെണ്ട വെച്ച് ഇല്ലെങ്കിൽ ഈ ചെണ്ടയും കൊണ്ട് എത്രയോ രാജ്യങ്ങൾ, അത് അമേരിക്കയിലായാലും ശരി, ഇംഗ്ലണ്ടിലായാലും ശരി, ജർമ്മനിയായാലും ശരി, ഇറ്റലി, എല്ലാ രാജ്യങ്ങളിലും
നിരവധി തവണ സഞ്ചരിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞ തബല മാന്ത്രികൻ സക്കീർ ഹുസൈൻജി, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മാസം അമേരിക്കയിൽ ലോസ് ആഞ്ചൽസ് എന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങി ന്യൂയോർക്ക് വരെ 19 പരിപാടികൾ അദ്ദേഹത്തിൻ്റെ കൂടെ നടത്തിയൊരു കലാകാരൻ കൂടിയാണ്. അവിടെയാണ് ഈ ചെണ്ടയുടെ ശബ്ദം വലന്തലയായാലും ഇടന്തലയായാലും ചെണ്ടയുടെ വലന്തലക്ക് അതിനൊരു ദൈവികതയും ഇടന്തലക്ക് ഒരു ആസുരികതയും ഉണ്ട് എന്ന് സാധാരണ ജനങ്ങൾ പറയുന്നു. ഞാൻ ഒരിക്കലും അത് പറയാറില്ല. കാരണം കാട്ടിലെ ഏറ്റവും വലിയ മൃഗം എന്ന് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന സിംഹം, ആ സിംഹത്തെ മെരുക്കിയെടുത്ത് നാട്ടിൽ കൊണ്ട് നമ്മൾ പറഞ്ഞത് അനുസരിക്കാനുള്ള പ്രാപ്തി അതിനുണ്ടാകുന്നു. ഇത് മനുഷ്യൻ്റെ ഒരു പ്രത്യേക കഴിവാണ്. അതുപോലെ നമ്മുടെ വലിയ ശബ്ദം, സിംഹത്തിന് വലിയ ശബ്ദമാണെന്നേ ഉള്ളൂ, പൂച്ചയ്ക്ക് ചെറിയ ശബ്ദമാകും. എവിടെ ഏത് ശബ്ദത്തിൽ, പ്രത്യേകിച്ചും ചെണ്ടയെക്കുറിച്ച് പറയാനുള്ള വിഷയം, കഥകളി എന്ന വിഷയത്തിൽ കടലിൽ ഇരമ്പാനും താമര വിരിയാനും സിംഹഗർജനത്തിനും ഉപയോഗിക്കുന്ന ഒരേ ഒരു വാദ്യം ചെണ്ടയാണ്. അതുകൊണ്ട് തന്നെ ചെണ്ട എന്ന വാദ്യത്തെ ഒരു മേളത്തിനോ തായമ്പേക്കോ മാത്രമല്ലാതെ എങ്ങനെ ഒരു സംഗീതത്തിന് അകമ്പടി കൊണ്ടു നടക്കാം എന്ന ഒരു അന്വേഷണം, ആ അന്വേഷണമാണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ 12ാമത്തെ വയസ്സിൽ പോയി, ഇന്നും വയസ്സ് 28 ആയിട്ടുള്ളൂ.